ഇനി നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആവാല്ലേ. റൂം പൂട്ടി പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടെ ഡൂയുവിൻ്റെ നല്ല വിറവിലോടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, അമ്മേൻ്റെ ജാക്കറ്റ് ഒന്ന് എടുത്ത് തരുമോയെന്ന്. മലയാളത്തിൽ കളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞതാ, വാടാ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് തരാം. എന്തായിരുന്നു ഞോ പറയാൻ കാണിച്ച ആ ഒരു കോൺഫിഡൻസ് എന്നോ. മൈൻഡൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തണുപ്പത്തൊക്കെ നടന്ന് ഫ്രീ ആയിട്ട് കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കാനും, എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ വട്ടവടയിൽ പോയിട്ട് കുറേ കാണാനുണ്ടായിരുന്നു. നല്ല രസമാണ്, നമുക്ക് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യും. ഷട്ടിൽ കോട്ടൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ വട്ടവട എക്സ്പീരിയൻസ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. ബ്രെഡ്, ദോശ, അപ്പം, അങ്ങനെ ഒരു 3-4 ഐറ്റംസ് വെറൈറ്റി ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് കുറച്ച് ജ്യൂസ്, അത് വെറൈറ്റി ഒരു 2 ടൈപ്പ് ഓഫ് ജ്യൂസസ് ഉണ്ടാകും. പിന്നെ കോഫി ഓർ ടീ എങ്ങനെ വേണമെങ്കിലും. പിന്നെ അവിടെ ഒരു അടിപൊളി ആംബിയൻസിലുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരൊറ്റ ഷെയ്ഡുള്ള ബൊഗെയിൻവില്ല ഉണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടി അത് വളർന്നേക്കണേ. നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻറ്റ് മൈൻഡ് ആയിരിക്കും. കാരണം സൺലൈറ്റും ഈ ബൊഗെയിൻവില്ലയുടെ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവിടെ നല്ല ഗാർഡനിങ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേ അധികം ഫ്ലവേഴ്സൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ പ്ലേ ഏരിയ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്.